ശേഷം പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് സ്റ്റീഫൻ മരിച്ചെന്ന് എല്ലാരും അറിയുന്ന ആ ഒരു സീൻ. സ്റ്റീഫൻ നെടുമ്പള്ളിന്റെ വരവിനെ കാത്തുനിന്ന എല്ലാ പേർക്കും അതൊരു നിരാശയായി. കേരള മണ്ണിനെ ഇനി ആര് രക്ഷിക്കും? സ്റ്റീഫൻ മരിച്ച സ്ഥിതിക്ക് ഇനി ആര് വരും അവരെ രക്ഷിക്കാൻ എന്ന സിനിമയിലുള്ളവരെ പോലെ കാണുന്ന പ്രേക്ഷകരും ഒരു ഭീതിയോടെയും സംശയത്തോടെയും കാത്തിരിക്കുന്നു. അവിടുന്ന് ആ സീൻ കട്ട് ചെയ്തതിനു ശേഷം കാണിക്കേണ്ട സീൻ ഇതാണ്. നെടുമ്പള്ളി പ്രതിഷേധ യോഗത്തിന് പ്രിയദർശിനി പങ്കെടുക്കുന്ന ഈ സീൻ. പ്രസംഗത്തിന് ശേഷം പ്രിയദർശിനിക്ക് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു. മുത്തുവിന്റെ ആൾക്കാരും പ്രിയദർശിനിയെ സംരക്ഷിച്ച് കാട്ടിലേക്ക് കയറ്റുന്നു. ഈ സീനിൽ വെച്ചാണ് പ്രിയദർശിനിയെ പോലെ തന്നെ നമ്മൾ ഞെട്ടുന്നത്. ഒരു ഇടിവെട്ട് ബീജം കൂടി ആവുമ്പോൾ തിയേറ്റർ പൂരപ്പറമ്പാവേണ്ട നിമിഷം. ഇജ്ജാതി മേക്കിംഗ്, ഇജ്ജാതി വിഷ്വൽ, പിന്നെ പറയണ്ടല്ലോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ 1000+ ഓറ. ആൻഡ് ഈ എല്ല് കാണിക്കണമെന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ ഈ ഒരു എല്ല് കാണിച്ചതിന് ശേഷം ഇന്റർവെൽ ആക്കിക്കോ. അല്ലാതെ ഈ എല്ലും കോലും കയറ്റിയിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു ഫൈറ്റോടെ ഫസ്റ്റ് ഹാഫിന്റെ ഗ്രാഫ് വേറെ ലെവലിൽ എത്തിയേനെ. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഓറ ഫസ്റ്റ് ഹാഫ് മുഴുവനും നിലനിൽക്കുകയും ചെയ്യും. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാജാവ് മടങ്ങിയെത്തി എന്നുള്ള ധൈര്യത്തിൽ നെഞ്ചും വിരിച്ച് നമുക്ക് ഇന്റർവെല്ലിൽ പുറത്തിറങ്ങിയ റിവ്യൂ പറയാമായിരുന്നു. ഇപ്പോൾ ഉള്ള ഫസ്റ്റ് ഹാഫിന്റെ അവസ്ഥ അറിയാലോ. വളരെ സ്ലോ സ്റ്റോറി ബിൽഡിങ്ങും വളരെ ഡെഡ് ആയിട്ടുള്ള ഇന്റർവെല്ലും. എന്ത് പറയാനാ ഇത് കണ്ടിട്ട്? ഒരു സിനിമയാകുമ്പോൾ കണ്ടന്റ് മാത്രമല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകർക്ക് ഒരു ഹൈ മൊമെന്റ്സ് കൊടുത്താലല്ലേ പറ്റുള്ളൂ. പ്രേക്ഷകർക്ക് നല്ലത് പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഫസ്റ്റ് ഹാഫിൽ? ഇത് ഒന്നുമില്ല. ഖുറേഷി എബ്രാഹിമിന്റെ ഇൻട്രോ ഒഴിച്ച് വേറെ ഒന്നുമില്ല പറയാം. ഖുറേഷി എബ്രാഹിമിന്റെ ഇൻട്രോ ആണെങ്കിലോ ട്രെയിലറിലെടുത്ത് ഇടുകയും ചെയ്തു. ഇനി സിനിമയുടെ സെക്കൻഡ് ഹാഫ്.